നല്ല പഴുത്ത കൂഴച്ചക്ക കിട്ടുമ്പോൾ കുമ്പിളപ്പം തയ്യാറാക്കി നോക്കണം. അടിപൊളിയാണ്. കുമ്പിളപ്പം തയ്യാറാക്കുമ്പോൾ ചക്ക ഒരിക്കലും വേവിക്കരുത്. വേവിക്കാതെ തന്നെ പൊടിയിലേക്ക് നേരിട്ട് ചേർക്കണം. മിക്സിയിലടിക്കാതെ ചേർക്കണം. ഇനി പൊടിയിലേക്ക് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് ശർക്കര, മധുരത്തിന് ആവശ്യമായ ശർക്കര അല്പം വെള്ളത്തിൽ ഉരുക്കി ചൂടോടെ തന്നെ പൊടി നനച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക ചേർക്കണം. ചക്ക ചേർത്ത് ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, ഒരു മുറി തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇവ ചേർത്ത് അല്പം നെയ്യ് കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. മിക്സിയിൽ അരയ്ക്കരുത്. ചക്ക ഒരിക്കലും മിക്സിയിൽ അരയ്ക്കരുത്. കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുമ്പിളപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് മിക്സിയിൽ അടിക്കരുതെന്ന് പറയുന്നത്. മിക്സിയിൽ അടിക്കുമ്പോൾ ചക്ക ഒരുപാട് അരഞ്ഞു പോകും. എന്നിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കിയെടുക്കാം. കുമ്പിളപ്പം എല്ലാം നിറച്ചതിന് ശേഷം ഇഡ്ഡലിച്ചെമ്പിൽ ആവിയിൽ വേവിച്ചാൽ അടിപൊളി കുമ്പിളപ്പം തയ്യാറാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.